എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 3-ാം തീയതി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ vhscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് വരിക. ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ താഴായിട്ട് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാകും, അതാണ് ക്യാപ്ച. അത് ഇവിടെ ഒരു ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് വിദ്യാർത്ഥികൾ ഇവിടെ യൂസർ നെയിമായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടേത് ആപ്ലിക്കേഷൻ നമ്പർ ആണ് എങ്കിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് യൂസർ നെയിം മൊബൈൽ നമ്പറാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് എന്തായിരുന്നു പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അതുപോലെ തന്നെ ഇതിന് നടക്കായിട്ട് ഒരു റിഫ്രഷ് ബട്ടൺ പോലെ അതായത് റിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്ന ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ ബട്ടൺ കാണാൻ പറ്റും. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ ചില സമയത്ത് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സെൻഡ് OTP ബട്ടൺ ചില സമയങ്ങളിൽ മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു റിസൾട്ടിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നും കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതിന് താഴെയായിട്ട് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എവിടെയാണോ അഡ്മിഷൻ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.